ലഘുലേഖയെ കുറിച്ച് ഷെയർ ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കാൻ പറയുന്ന ആള് എയുടെ പിന്നെ സ്പോക്സ്മാൻ ഒന്നും അല്ല, എയുടെ വക്താവൊന്നുമല്ല. ഞാനും അതുപോലെ തന്നെ എയുടെ വക്താവല്ല. എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ വലിയ പരിജ്ഞാനമൊന്നുള്ള ആളല്ല. ഈ ഇംഗ്ലീഷ് ലഘുലേഖ ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് മൊഴിമാറ്റം നടത്തിയും ഒക്കെ ചില കുറിപ്പുകൾ തയ്യാറാക്കിയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഷെയറിങ്ങിന് ഞാൻ പലപ്പോഴും തയ്യാറാവുന്നതും ഒക്കെ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന മലയാള പുസ്തകത്തിൽ പാരമ്പര്യങ്ങളെക്കുറിച്ച് 12 പടികളെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചും കൂടുതൽ പ്രത്യേകിച്ച് പാരമ്പര്യങ്ങളെക്കുറിച്ച് ഉള്ള കൂടുതൽ വ്യക്തതയോടുകൂടി ഉള്ള എസ്ഐസ് 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. അത് വളരെ ഫെമിലിയർ ആണ്, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇത് വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബേസിക് ടെക്സ്റ്റിൽ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് 36 കാലഘട്ടത്തിൽ എഴുതുമ്പോൾ അതിനകത്ത് പാരമ്പര്യങ്ങൾ വന്നില്ല. പിന്നീട് ആ പുസ്തകത്തിന്റെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തെ തുടർന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകൾ ലോകത്തെമ്പാടും വരികയും ആ ഗ്രൂപ്പുകളിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ എത്തിപ്പെടുകയും അങ്ങനെ അംഗങ്ങൾ എത്തിപ്പെട്ടപ്പോൾ അവര് ആ ഗ്രൂപ്പിനകത്ത് പെരുമാറുന്നതിന്റെ വിഷയങ്ങളുണ്ടായി. ആൽക്കഹോളിക്സ് അനോണിമസ് പുറത്തെ ലോകവുമായിട്ടുള്ള പൊതുജന സമ്പർക്ക രീതികളിൽ ഉള്ള പ്രശ്നങ്ങളുണ്ടായി. ചുരുക്കത്തില് ആരാണ് വലിയവൻ, ആരാണ് നേതാവ്, ആരാണ് അധികാരി, ഇതിന്റെ പണം എങ്ങനെ കൈകാര്യം ചെയ്യും, പുറം ലോകത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുറത്തുള്ള ലോകവുമായിട്ട് ഇതിന്റെ ബന്ധങ്ങളുണ്ട്, ഇത്തരം പ്രശ്നങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാവുകയും വളരെ വിപുലമായിട്ടുള്ള ആഴത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ആ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന 12 ഗൈഡ് ലൈൻസ്, 12 നയങ്ങളായിട്ട് വരികയും പിന്നെ 12 പാരമ്പര്യങ്ങളായിട്ട് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്ത ആൽക്കഹോളിക്സ് അനോണിമസിനെ ഈ ലോകത്ത് ഉള്ള മറ്റ് മുന്നേറ്റങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിർത്തുന്ന സവിശേഷമായിട്ടുള്ള ചില ഗുണങ്ങൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാട്, ഇതൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന് കൊടുക്കുന്നത് ഇതിന്റെ പാരമ്പര്യങ്ങളാണ്. ഇതിലെ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു നവാഗതനെ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വരുമ്പോൾ അയാളെ സ്വാഗതം ചെയ്യുന്നത് 12 പടികളല്ല, മറിച്ച് 12 പാരമ്പര്യങ്ങളാണ്. അത് 100% ശരിയുമാണ്. കടന്നു വരുന്ന നവാഗതന്റെ ഒരു തരത്തിലുള്ള വിശദാംശങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗത്തിനും ആവശ്യമില്ല. മറിച്ച് അയാള് ഒരു മദ്യപാനം, അയാൾക്കൊരു പ്രശ്നമുണ്ടോ, ഇത് മാത്രമാണ്. അയാൾക്ക് ഒരു അംഗമായിട്ട് ഇരിക്കാൻ താല്പര്യമുണ്ടോ, പലപ്പോഴും അതുപോലും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല പല ഗ്രൂപ്പുകളിലും. അപ്പോ ആ നവാഗതന് അത്രത്തോളം സുരക്ഷിതത്വം കൊടുക്കുന്നു. അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിനെ ഇതിനെ അംഗങ്ങളിൽ നിന്നും ഇതിന്റെ മെമ്പേഴ്സിൽ നിന്നും സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു വലിയ രക്ഷാകവചവുമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യം. അതിന് വളരെ പ്രസക്തിയുണ്ട്. ഇന്നിപ്പോ ഈ ബിഗ് ബുക്കിനെ കുറിച്ച് ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ചെറിയ ലഘുലേഖയാണ്. ട്രഡീഷൻ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് വികസിച്ചു വന്നത് എന്നുള്ള ബിൽ വിൽസൺ തന്നെ എഴുതിയിട്ടുള്ള ഒരു ലഘുലേഖ. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന ശേഷം ഈ മിഡ് നൈറ്റ് സ്റ്റാറിലെ സേവകര് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറയുകയും അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തപ്പോൾ ഇതിലെ ഒരു അംഗം, അദ്ദേഹം ഒരു ഫോട്ടോ, ഈ പാംലെറ്റിന്റെ, ഈ ലഘുലേഖയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകങ്ങളും ലഘുലേഖകളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെട്ടി തപ്പി നോക്കിയപ്പോൾ ഈ ലഘുലേഖ ഉണ്ട്. എന്തായാലും ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയി. ഇന്ന് ഈ ഗ്രൂപ്പിലെ സേവകൻ ഇത് ആവശ്യപ്പെടുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ലഘുലേഖ മുൻപ് വായിച്ചിട്ടില്ല. അപ്പോൾ
ഈ ദൈവം ഇടപെടുന്നത്, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇടപെടുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിന് ആൽക്കഹോളിക്സ് അനോണിമസ് എങ്ങനെ ഉണ്ടായി, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം എന്താണ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സംരക്ഷണ കുപ്പായം, ഇത് ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് വേണ്ടി മാത്രം അല്ലെന്ന്, ആൽക്കഹോളിക്സ് അനോണിമസ് എൻ്റെ മക്കൾക്കും എൻ്റെ ചെറുമക്കൾക്കും കൂടിയാണെന്നുള്ളതാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് അത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്നെ ഈ വീണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഒരു ലഘുലേഖയിൽ എത്തിക്കുകയും ഞാൻ എയിൽ വന്ന ശേഷം ആദ്യമായിട്ട് ഈ ലഘുലേഖയിൽ ഈ പാംലെറ്റിലൂടെ കടന്നു പോകാൻ സാധിക്കുകയും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും ബിൽ വിൽസൺ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ എനിക്ക് കൂടുതൽ കൂടുതൽ ഉൾക്കാഴ്ച തരുന്നു. ഈ ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ വലിയ സാഹിത്യമൊന്നും പറയുന്നില്ല, വളരെ ആഴത്തിലുള്ള മനുഷ്യ സ്നേഹം, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വളരെ ആഴത്തിലുള്ള മനുഷ്യ സ്നേഹം, ആരെയും വിധിക്കാതെ, ആരെടുത്തും ഒരു പരുക്കൻ മനോഭാവത്തോടെ നിൽക്കാതെ, എന്താണ് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് ശക്തി കൊടുക്കുന്ന തരത്തിൽ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലക്ഷ്യം ഇപ്പോഴും കഷ്ടപ്പെടുന്ന ഒരു മദ്യാസക്തന് പുറത്തേക്കുള്ളൊരു വഴി ഉണ്ടെന്ന് അവനെ അറിയിച്ചു കൊടുക്കുക. ഇത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം. അപ്പോൾ ഇപ്പോഴും കഷ്ടപ്പെടുന്ന ഒരു മദ്യാസക്തന് അത് എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്ന് ഗ്രൂപ്പിനെ വഴിതെറ്റിച്ച് കളയുന്ന പല വിഷയങ്ങളും ഉണ്ടാവും. അപ്പൊ അത്തരം വിഷയങ്ങളെ ഇതിൻ്റെ സഹസ്ഥാപകൻ അയാൾ അതിനെ അഡ്രസ് ചെയ്യുകയും, ആ വ്യക്തി ബിൽ വിൽസൺ അതിനെ അയാൾ ഒരു വളരെയധികം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ ബിഗ് ബുക്ക് എഴുതുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുടെ സോബ്രൈറ്റി 4 വർഷം മാക്സിമം, 4-5 വർഷം ഉള്ള ലെങ്ത് ഓഫ് സോബ്രൈറ്റി ഉള്ള മദ്യത്തിൽ നിന്ന് മാറി നിന്ന 100ഓളം ആൾക്കാർ എഴുതിയ പുസ്തകമാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ആ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകം എഴുതി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് 50കളിലാണ് 12 പാരമ്പര്യങ്ങൾ അംഗീകരിച്ചുമൊക്കെ വരുന്നത്. അത് 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആമുഖത്തില് അതില് ഈ ട്രഡീഷൻസ് ഒരു ക്ലീവ്ലാൻഡ് ഒരു നമ്മുടെ ഇന്റർനാഷണൽ കൺവെൻഷനിൽ വെച്ച് അംഗീകരിച്ചത് ഒക്കെ അതിന്റെ ലാസ്റ്റ് പേജിൽ 1950 ക്ലീവ്ലാൻഡിൽ വെച്ച് നടന്നെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ പുസ്തകം എടുത്തപ്പോൾ ആ പേജ് നോക്കി. അപ്പോൾ 46-ലാണ് ട്രഡീഷൻസ് പ്രസിദ്ധീകരിച്ചതെന്നും പിന്നീട് 50-ൽ ക്ലീവ്ലാൻഡിൽ വെച്ച് ഇന്റർനാഷണൽ കൺവെൻഷനിൽ വെച്ച് അത് വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രസക്തി. ഈ ലഘുലേഖയുടെ ഈ പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് വികസിച്ച് വന്നതെന്നുള്ള ലഘുലേഖയുടെ ഒരു കൗതുകം എനിക്ക് അത് സ്ട്രൈക്ക് ചെയ്തത്, ഇതിനുള്ള വിഷയം ഈ ലഘുലേഖയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇത് ആൽക്കഹോളിക്സ് അനോണിമസ് ബിൽ വിൽസൺ എഴുതിയ ഇത് ലഘുലേഖ എന്താണെന്നൊരു ചെറിയ ഒരു കുറിപ്പ്, അത് കഴിഞ്ഞ് ബിൽ വിൽസൺ എഴുതിയ ഒരു ആമുഖമുണ്ട്, ഒരു ഫോർവേഡ് ഒരു ആമുഖമുണ്ട്. അതില് വളരെ കുറുക്കി കൊള്ളുന്ന ചില നിരീക്ഷണങ്ങൾ, അത്തരം കാര്യങ്ങളാണ്. അത് ഈ ലഘുലേഖയിലൂടെ കടന്നു പോകുമ്പോൾ പാരമ്പര്യങ്ങൾ വികസിച്ച് വന്നതിന്റെ നമ്മള് 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിലെ ട്രഡീഷൻസും കംസ് ഓഫ് ഏജ് എന്ന് പറയുന്ന പുസ്തകത്തിലെയും ഒക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടിലും ഒക്കെ ബിൽ വിൽസന്റെ ലേഖനങ്ങൾ, എസ്ഐസ് അതിൽ നമുക്ക് കിട്ടും. ഇതിൽ പലപ്പോഴും ഈ മനുഷ്യൻ നടത്തുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. അതിനൊരു വല്ലാത്ത ഒരു തെളിച്ചമുണ്ട്. ഇപ്പോ ഇദ്ദേഹം വളരെ ലളിതമായിട്ട് നടത്തുന്ന ഈ ലഘുലേഖയുടെ മുഖവുരയില് ബിൽ വിൽസൺ നമ്മുടെ ഐക്യം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിന്റെ ഐക്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഐക്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും കഷ്ടപ്പെടുന്ന ഓടെ കിടക്കുന്ന ഒരു കുടിയന് എയുടെ സന്ദേശം കിട്ടിയിട്ട് അവന് ഈ ഗ്രൂപ്പിൽ വരാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗം ഒരാള് ഒരു മെസ്സേജ് കൊടുത്തിട്ട് ഒരു അംഗത്തിനെ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവരുമ്പോൾ ആ ഗ്രൂപ്പില് അംഗങ്ങൾ തമ്മിൽ അടികൂടുന്ന ഒരു രംഗത്തിലേക്കാണ് അയാൾ വരുന്നതെങ്കിൽ ആ വരുന്ന നവാഗതൻ ചിലപ്പോൾ തിരിച്ചു പോയേക്കാം. അപ്പോൾ ഇതിനകത്തൊരു ശാന്തി സമാധാനമൊക്കെ നിലനിർത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ബിൽ വിൽസൺ
എക്സ്പീരിയൻസ് ചെയ്യുന്ന രൂപം കൊടുത്തതാണ്. ഇതിന്റെ ഈ ലഘുലേഖയുടെ മുഖപുരയില് അതില് ഒന്ന് രണ്ട് നല്ല മനോഹരമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ജീവിക്കുന്നതിന്റെ പ്രശ്നങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വിപുലമായ അനുഭവവും നമുക്കുണ്ട്. സത്യമാണത്. ജീവിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ എല്ലാ അംഗങ്ങൾക്കും അതുണ്ട്. ജീവിക്കുന്നതിന്റെ പ്രശ്നം, അതുപോലെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വിപുലമായ അനുഭവം നമുക്കുണ്ട്. ഈ വിപുലമായ അനുഭവം എന്ന് പറയുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന അനുഭവം മാത്രമല്ല, 12 പാരമ്പര്യങ്ങൾ രൂപം ഉള്ള കാര്യം തന്നെ വിപുലമായ ആശയക്കുഴപ്പത്തിൽ നിന്നാണ്. വ്യത്യസ്തമായിട്ടുള്ള മനോഭാവമുള്ള വ്യക്തികൾ, നല്ല ശുദ്ധരായിട്ടുള്ള മനുഷ്യരായിരിക്കും. ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ, ചില വ്യക്തികൾ അവര് എത്ര വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ആത്മീയ നേട്ടം ഉണ്ടെന്ന് പറഞ്ഞാലും, ചിലപ്പോ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചില ദിവസങ്ങളിൽ നമ്മുടെ ചിറകുകൾക്ക് ശക്തി കുറവാകുന്ന ദിവസം വ്യത്യസ്തമായിട്ട് പെരുമാറും. അപ്പൊ അതൊക്കെ അംഗങ്ങൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇവിടെ ബിൽ വിൽസൺ ഇതിന്റെ ആമുഖത്തില് പിന്നെ ജീവിക്കുന്നതിന്റെ പ്രശ്നങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വിപുലമായ അനുഭവം നമുക്കുണ്ടെന്നുള്ള ഒരു മഹത്തായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിലൂടെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഭാവി സുരക്ഷിതമാവുന്നതാണ്. ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ അതാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ. അതില് എന്നിട്ടും അദ്ദേഹം കുറിക്കുകൊള്ളുന്ന, അതായത് ഈ ഒരു കപ്പിത്താനെ പോലെ ഈ പ്രസ്ഥാനത്തിന്, അതായത് ഒരു ദിശയിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക് നയിച്ച ഈശ്വര പ്രചോദനം കിട്ടിയ ഒരുപാട് മനുഷ്യരിൽ ഒരാളാണ് ബിൽ വിൽസൺ. ഞാൻ ബിൽ വിൽസന്റെ വ്യക്തിപൂജയ്ക്കൊന്നും എനിക്ക് താല്പര്യമില്ല, അത് എൻ്റെ സ്വഭാവമല്ല. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശ്വരൻ തൊട്ട മനുഷ്യരുണ്ട്, നോൺ ആൽക്കഹോളിക്സ് ഉണ്ട്, ആൽക്കഹോളിക്സ് ഉണ്ട്. അതിൽ ഒരാളാണ് നമ്മുടെ ഏറ്റവും സ്മരണീയനായിട്ടുള്ള ബിൽ വിൽസൺ. അദ്ദേഹത്തിന്റെ ഒരു വളരെ അത്ര പ്രായോഗികമായിട്ട് കാര്യങ്ങളെ കാണുന്നത്. ഇതിന്റെ ഫോർവേഡിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള തകർച്ചകൾ ഇനി ബന്ധനങ്ങളല്ല എന്ന്. വ്യക്തിപരമായ തകർച്ചകൾ ഇനി ബന്ധനങ്ങളല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധ എയുടെ ഭാവിയിലേക്കാണ്. നമ്മുടെ ഇടയിൽ എയുടെ ഐക്യം എങ്ങനെ സംരക്ഷിക്കപ്പെടാം, ഇതില് വ്യക്തിയുടെ ബലഹീനതകളോ ക്ലേശങ്ങളോ കഷ്ടപ്പാടിന്റെ സമയവും മറ്റോ ഒന്നും നമ്മുടെ പൊതുവായ ലക്ഷ്യത്തെ ബാധിക്കാൻ പാടില്ല. ആൽക്കഹോളിക്സ് നമുക്കറിയാം, മസ്റ്റായിട്ട് മുന്നോട്ട് പോയേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളും നമ്മുടെ സഹോദര ആയിട്ടുള്ള മദ്യപാനികളും ഈ പ്രതീക്ഷയറ്റ് മറവിയിലേക്കോ നാശത്തിലേക്കോ യാത്രയിലാവും. ഇത് ബിൽ വിൽസന്റെ എന്താണ്, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് അഗാധമായിട്ടുള്ള കരുണയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയൊക്കെ മറ്റൊരു ഒരു പതിപ്പാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ജനിച്ചു വളർന്നത് ഒരു പ്രത്യേക മതത്തിലാണ്. ആ മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം എന്നൊക്കെ ആ മതവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്ന ഗ്രന്ഥത്തില്, ആ മതത്തിന്റെ ഒരു ഗുരു, അല്ലെങ്കിൽ ആ മതം വളരെ പിന്നെ ദൈവം എന്നൊക്കെ, ദൈവപുത്രൻ എന്നൊക്കെ സങ്കല്പം ചെയ്യുന്ന വ്യക്തി, ഞാൻ എപ്പോഴും ഇരുന്ന് ആലോചിക്കുന്ന ഒരു സംഗതി, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ജനക്കൂട്ടം കല്ലെറിയുക. ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കല്ലെറിയുമ്പോൾ ഈ മതത്തിന്റെ, ഈ ദൈവപുത്രൻ എന്നും ആ മതം പ്രഖ്യാപിക്കുന്ന വ്യക്തി, ദൈവപുത്രൻ, അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് ഈ എന്താണ്, ഈ തെറ്റായ ജീവിതം നയിച്ച സ്ത്രീയെ ജനങ്ങൾ കല്ലെറിയാൻ തുടങ്ങുന്നു. എന്നിട്ട് ഈ വ്യക്തി, ഈ മനുഷ്യപുത്രൻ ആ ജനങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവരെ കല്ലെറിയട്ടെ. അപ്പോ ആ ജനക്കൂട്ടം, അവർ നല്ല സംസ്കാരമുള്ള ജനങ്ങളാണ്, അവര് കല്ലെറിയാതെ കടന്നുപോയി. എന്നിട്ട് ഇതിന്റെ എന്നെ വളരെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഗതി, ഈ ദൈവപുത്രൻ എന്ന് ആ മതത്തിലെ ആൾക്കാർ പറയുന്ന ആ വലിയ വൈശിഷ്ടമുള്ള ആ മഹത് വ്യക്തി പിന്നീട് പറയുന്നത്, നിന്നെ മറ്റുള്ളവർ വിധിച്ചില്ല, ഞാനും വിധിക്കുന്നില്ല, പൊയ്ക്കോളൂ, മേലിൽ പാപം ചെയ്യരുത്. അപ്പോ ഇതില് ഒരു വല്ലാത്ത വിട്ടുകൊടുക്കല്
ആ സന്ദർഭത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ അത്തരത്തിലുള്ള മതബോധവുമായിട്ട് ചേർത്ത് ഞാൻ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പല പാരമ്പര്യങ്ങളും നോക്കുമ്പോൾ അത്തരത്തിലുള്ള ആഴത്തിലുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗത്വത്തെക്കുറിച്ചുള്ള ആരാണ് അംഗം എന്ന് ബിൽ വിൽസൺ എഴുതിയിരിക്കുന്ന ഈ ലഘുലേഖയിൽ, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഡിസ്കസ് ചെയ്ത ലഘുലേഖയിൽ, ഒരാളുടെ രമ്യത, ഒരാളുടെ പെരുമാറ്റം, അയാളുടെ സാമ്പത്തികം, അയാളുടെ തെറ്റുകുറ്റങ്ങൾ, അയാളുടെ പാപങ്ങൾ, അയാളുടെ മറ്റ് അഡിക്ഷൻസ്, അയാളുടെ ഭ്രാന്ത്, അയാളുടെ മറ്റൊന്നും തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗമാവുന്നതിൽ നിന്ന് അയാളെ തടയുന്നില്ലെന്നാണ്. ഒരാൾ വന്നു, വീണ്ടും കുടിച്ചു, അയാൾ വീണ്ടും കുടിച്ചു, അപ്പോഴും അയാളെ തടയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ഇത്തരത്തിലുള്ള അഗാധമായിട്ടുള്ള മനുഷ്യ സ്നേഹം ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങളിൽ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോ ബിൽ വിൽസൺ അത്രയും പറഞ്ഞ ശേഷം പിന്നെയും ഇതിന്റെ ആമുഖത്തില്, അതിന്റെ ഫോർവേഡില് ഇത്രയും പ്രായോഗികമായിട്ടുള്ള, അതായത് ഇന്നിപ്പോ ഫംഗ്ഷൻ ചെയ്ത ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകളിൽ പോലും ഉള്ള ഒരു പ്രശ്നം അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ ലഘുലേഖ എഴുതിയ ആമുഖം 1955 എഴുതിയ ആമുഖത്തിലാണ് കിടക്കുന്നത്. മിക്കവാറും എല്ലാ അംഗങ്ങൾക്കും നമ്മുടെ ഗ്രൂപ്പിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ കഴിയും. ഏത് ഗ്രൂപ്പിൽ എന്ത് പ്രശ്നമുണ്ടെന്ന് ഇന്നലെ വന്നവന്റെ അടുത്തായാലും 20 വർഷക്കാരന്റെ അടുത്തായാലും ചോദിച്ചാൽ അയാൾ ആ ഗ്രൂപ്പിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയും. എന്നിട്ട് ബിൽ വിൽസൺ നിരീക്ഷിക്കുന്നത് അടിസ്ഥാനപരമായി മിക്കവാറും നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചായിരുന്നു മിക്കവാറും എല്ലാ അംഗങ്ങൾക്കും പറയാനുള്ളത്. ഈ തമ്മിലുള്ള ബന്ധം, അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, പുറം ലോകവുമായി ബന്ധപ്പെട്ടത്, അത് യുമായി ബന്ധപ്പെട്ട്, അയാളുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടു, ആ ഗ്രൂപ്പ് മറ്റുള്ള ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ റിലേഷൻഷിപ്സിലുള്ള ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ, അത് അംഗങ്ങൾ തമ്മിലുണ്ട്. ഒരംഗം മറ്റൊരംഗത്തിനെ നോക്കി കോക്രി കാണിച്ചു, ഒരംഗം മറ്റേ അംഗത്തിനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു, ഒരംഗം മറ്റേ അംഗത്തിനെ കുറിച്ച് ഗോസിപ്പ് പറഞ്ഞു, ഒരംഗം ഈ അംഗത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു പഴമക്കാര് കൂടുതൽ ഭരിക്കുന്നു, പുതുമക്കാരെ അംഗീകരിക്കുന്നില്ല എന്ന് വേണ്ട, ഇത്തരം പ്രശ്നങ്ങളെല്ലാം ബിൽ വിൽസനെ ഫോർവേഡിൽ സൂചന കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ബിൽ വിൽസൺ ഇതിലൊരു ആൽക്കഹോളിക്സ് അനോണിമസിനെ ഒന്ന് ഉപമിക്കുന്നുണ്ട് ഈ ഫോർവേഡിൽ. അതിൽ പ്രക്ഷുബ്ധമായ കടലിന് സമാനമായിട്ടുള്ള ആധുനിക സമൂഹത്തിൽ ഇളകി ആടുന്ന, കൊടുങ്കാറ്റിലേക്ക് അടിച്ചു പൊങ്ങുന്ന, തിരയടിക്കുന്ന കടലിന് സമാനമായിട്ടുള്ള ഇന്നത്തെ ആധുനിക ലോകം, ഇന്നത്തെ മോഡേൺ, ഇന്നത്തെ ഈ ലോകത്തിന്റെ ഇന്നത്തെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അത് കടലിനോട് ഉപമിക്കുകയാണ്. അവിടെ ഒരു കപ്പൽ ഛേദം വന്നിട്ട് കപ്പലൊക്കെ തകർന്ന മനുഷ്യര്, അവര് നീന്തി രക്ഷപ്പെടുന്നതിന് വേണ്ടി വന്നു കയറുന്ന ഒരു അഭയസ്ഥാനമായിട്ട് ബിൽ വിൽസൺ സങ്കല്പിക്കുന്നു. അപ്പോ അദ്ദേഹം പറയുന്നത്, അത്തരം ഈ പ്രക്ഷുബ്ധമായ കടലില് ഒരു കപ്പലൊക്കെ തകർന്ന് അതില് വന്നു കയറുന്ന ഒരു അംഗം, ഒരു അഭയകേന്ദ്രം പോലെ വന്നു കയറുന്ന ഒരു ഇടം, അങ്ങനെയുള്ള ഒരു ഇടത്തിൽ അവിടെ അംഗങ്ങൾ തമ്മില് നേതൃത്വത്തെക്കുറിച്ച്, പണത്തെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച്, ഇങ്ങനെ ഉള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ചയും ഒരു വലിയ ടഗ് ഓഫ് വാറും വന്നാൽ നമ്മുടെ ഭാവി എന്താകും? ബിൽ വിൽസൺ ചോദിക്കുന്നു, നമ്മുടെ ഭാവി എന്താകും? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാവി തീരുമാനിക്കപ്പെടുന്നത്, ആൽക്കഹോളിക്സ് അനോണിമസ് ഫോർ എവർ എന്നൊക്കെ സാഹിത്യ ഭാഷ പറഞ്ഞാലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാവി തീരുമാനിക്കപ്പെടുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിനേക്കാളും വലിയ വമ്പന്മാര്, വാഷിംഗ്ടോണിയൻ മൂവ്മെന്റ് അടക്കം വലിയ വമ്പന്മാര്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അടക്കം, ക്രിസ്ത്യാനിറ്റിയുടെ ആഴത്തിലുള്ള ആശയങ്ങൾ എടുത്ത് മുന്നോട്ട് പോയ പല വമ്പന്മാരും ഇന്ന് നാമാവശേഷമാണ്, പുസ്തകത്തിന്റെ താളുകളിൽ മാത്രം. അപ്പോൾ ബിൽ വിൽസൺ നിരീക്ഷിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാവി എങ്ങനെയെന്ന് തീരുമാനിക്കപ്പെടുന്നത് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെ തീരുമാനമെടുക്കുന്നു, പൊതുജന സമ്പർക്ക രീതി എങ്ങനെ എന്നുള്ളവയെ ആധാരമാക്കിയായിരിക്കും. ഇത് പക്കയാണത്.
വിവാദപരം ആയിട്ടുള്ള കാര്യങ്ങളിൽ, വിവാദപരം എന്ന് പറയുമ്പോൾ ഈ 12 പാരമ്പര്യങ്ങൾ എന്തിനെയാണോ തടഞ്ഞു നിർത്തുന്നത് അത് തന്നെയാണ് ആൽക്കഹോളിക്സ്. അതാണ് അതിൽ നിന്ന് ഈ 12 പാരമ്പര്യങ്ങളിലൂടെ ആൽക്കഹോളിക്സ് അനോണിമസിനെ സംരക്ഷിക്കുന്നു. എന്തിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്നുള്ള ആ കാര്യങ്ങൾ തന്നെയാണ് വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ. അതില് എയുടെ തീരുമാനം എന്തെന്നുള്ളത്, പിന്നെ പൊതുജന സമ്പർക്ക രീതി എങ്ങനെ എന്നുള്ള ആധാരമായിരിക്കും നമ്മുടെ അവസാന വിധി തൂങ്ങി നിൽക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത്. അപകടം നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലായിരിക്കും. അപ്പോ ഇത്തരം ഒരു മുഖവുരയിലൂടെ ബിൽ വിൽസൺ കൃത്യമായിട്ട് പാരമ്പര്യങ്ങളുടെ അതിൽ നിന്ന് അദ്ദേഹം പാരമ്പര്യങ്ങൾ എങ്ങനെ വികസിച്ചു എന്നുള്ള കുറച്ചു ചെറിയ എസ്സൈസ് ആണ്. അതില് നമ്മൾ കഴിഞ്ഞ തവണ ഈ മുഖവുരയ്ക്ക് ശേഷം നോക്കിയത് ആരാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗം. 1946 എഴുതിയ ഒരു പീസ്. എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ പീസ് എന്നൊക്കെ ഈ തിരുവനന്തപുരത്ത് പറയുന്നത് വേറെ ചില അർത്ഥങ്ങളിലാണ്. നിങ്ങൾ ക്ഷമിക്കണം, ചില പീസ് എന്നൊക്കെ പറഞ്ഞ ചില പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ പറയും. അതുപോലെ എന്തായാലും ഈ സാഹിത്യത്തില് ഒരു സാഹിത്യ ഭാഷയിൽ വരുമ്പോഴും ഒരു പീസ് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ ലഘുലേഖനം എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോ ആദ്യത്തത് ട്രഡീഷൻ 3 എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള ഒരു ലേഖനം. അടുത്തത് ആശുപത്രികളും എയും. അത് 1947 എഴുതിയ ഒരു ലേഖനമാണ്. അത് പാരമ്പര്യം, ആറാമത്തെ പാരമ്പര്യം, അതിന്റെ ഒരു പശ്ചാത്തലം, അതിന്റെ ഒരു എന്താണ്, അതിന്റെ തിരശീലയ്ക്ക് പിന്നിലുള്ള സംഗതികളാണ് അദ്ദേഹം അതിൽ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ക്ലബ്സ് ഇൻ എ ആർ ദേ വിത്ത് us to stay. കേരളത്തില് എന്തായാലും ഞാൻ ഈ കേരളം എന്ന് പറയുന്ന വാക്ക് പിൻവലിക്കുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന് പ്രാദേശികമായിട്ടുള്ള ഒന്നുമില്ല. എന്തായാലും എയിലുണ്ടായ ഈ പറയുന്ന ക്ലബ്ബുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലം നവാഗതർക്ക് വളരെ ഗുണകരമായിരുന്നു. ഏകാന്തത, ഒറ്റപ്പെടലും ഒക്കെ മാറും. ആ രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉണ്ടായ ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു ഇടമായിട്ട് വന്നത്, അതും ഈ ആറാമത്തെ പാരമ്പര്യത്തില് അത്തരം സ്ഥാപനങ്ങളും എങ്ങനെ ഇതിനകത്ത് ഇടപെട്ടു എന്നൊക്കെ ഉള്ളത് ആ ലേഖനത്തിൽ വന്നു. എന്തായാലും ഇന്ന് നമ്മള് ഇന്നത്തെ ഒരു ഷെയറിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ലഘുലേഖയെ നമ്മൾ അതിലൂടെ കടന്നു പോകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ബിൽ വിൽസന്റെ ആ ഒരു ലേഖനം ഡേഞ്ചേഴ്സ് ഇൻ ലിങ്കിങ് എ ടു അതർ പ്രോജക്ട്സ് ആണ്. മറ്റു സംരംഭങ്ങളുമായി എ ചേർത്ത് നിർത്തുന്നതിലെ അപകടങ്ങൾ. 1947 ബിൽ വിൽസൺ എഴുതിയ നമ്മുടെ എ ഗ്രേ പോയിന്റ് എന്ന് പറയുന്ന മാഗസിനിൽ, നമ്മുടെ മുഖപത്രത്തിൽ ബിൽ വിൽസൺ എഴുതിയ ഒരു ലേഖനമാണ്. അതില് അദ്ദേഹം പറയുന്നത് പാരമ്പര്യം 6ഉം 8ഉം അത് പാരമ്പര്യം 6ഉം 8ഉം തിരിച്ചറിയുന്ന ചില അപകടങ്ങൾ. അതാണ് പിന്നെ ഇതിന്റെ ബ്രാക്കറ്റില് ഈ മറ്റുള്ള പുറമേയുള്ള സംരംഭങ്ങളുമായി എയെ കണക്ട് ചെയ്താൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്ന് എഴുതിയിട്ട് 1947 ഈ ലേഖനം എഴുതുന്നത്. അതിനെ തുടർന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പാരമ്പര്യം 6ഉം പാരമ്പര്യം 8ഉം ഈ തിരിച്ചറിയുന്ന ചില അപകടങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരമ്പര്യം 6ഉം 8ഉം നോക്കേണ്ടി വരും. പാരമ്പര്യം 6 പറയുന്നത് ട്രഡീഷൻ 6, ഓരോ എ ഗ്രൂപ്പും ഒരിക്കലും പുറമേയുള്ള സംരംഭങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയോ ധനപരമായി ഇടപെടുത്തുകയോ എയുടെ പേര് ബന്ധപ്പെടുത്തുകയോ ചെയ്യരുത്. അല്ലെങ്കിൽ ധനപരമോ വസ്തുപരമോ അഭിമാനപരമായ കാര്യങ്ങൾ നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്നും നമ്മെ വഴിതെറ്റിക്കും. ഇത് 6ാമത്തെ പാരമ്പര്യം. 8ാമത്തെ പാരമ്പര്യം എ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു തൊഴിലാവരുത്. എങ്കിലും എ സേവാ കേന്ദ്രങ്ങളിൽ പ്രത്യേക ശമ്പളക്കാരെ നിയമിക്കാം. അപ്പോൾ ഈ 2 പാരമ്പര്യങ്ങളും തിരിച്ചറിയുന്ന ചില അപകടങ്ങൾ, അതാണ് ഈ ലേഖനത്തിൽ വരുന്നത്. ഞാൻ
ഇതിലോട്ട് കടക്കുന്നതിന് മുമ്പേ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു സംഗതി, ഈ പാംലെറ്റില് ബിൽ വിൽസന്റെ ആമുഖത്തില് നടത്തിയിരിക്കുന്ന ചില നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഇനി വരുന്ന ഇതിന്റെ അവസാന ഭാഗത്ത് അനോണിമിറ്റിയെ കുറിച്ച്, അനാമധേയത്വം എന്ന വിഷയത്തെക്കുറിച്ച് 2 ലേഖനങ്ങളുണ്ട്. ആ ലേഖനത്തില് അനാമധേയത്വം എന്ന് പറയുന്ന ലേഖനത്തില് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ബിഗ് ബുക്കിന്റെ നാമകരണം ആയിട്ട് ബന്ധപ്പെട്ട് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പുസ്തകത്തിന് ആദ്യത്തെ 100 പേര് അവരുടെ എക്സ്പീരിയൻസ് എഴുതി വെച്ചു. അപ്പോൾ എഴുതി വെച്ച ശേഷം അതിന് പേരിടാൻ വേണ്ടി ഗ്രൂപ്പുകളിൽ, അതിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന മിക്കവാറും ഗ്രൂപ്പുകളിൽ ഈ പേരുകളെ സംബന്ധിച്ച് ഏത് പേര് വേണമെന്നുള്ള വോട്ടെടുപ്പിനെ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും അവസാനം പേരുകളൊക്കെ കാച്ചിക്കുറുക്കി വന്നപ്പോൾ 2 പേരുകളാണ് വന്നത്. ഒന്ന് ദി വേ ഔട്ട്, മറ്റത് ആൽക്കഹോളിക്സ് അനോണിമസ്. പുറത്തേക്കുള്ള ഒരു വഴിയെന്നോ രക്ഷയിലേക്കുള്ള ഒരു മാർഗമെന്നോ ഒക്കെ പറയാവുന്ന ദി വേ ഔട്ട്. അപ്പോ അക്രോണിലെയും അതുപോലെ ന്യൂയോർക്കിലെയൊക്കെ ഗ്രൂപ്പുകൾ അവർ വോട്ടിനിട്ട് ഈ 2 പേരിൽ ഒരു പേര് തിരഞ്ഞെടുത്തു. അവർ തിരഞ്ഞെടുത്ത പേര് ദി വേ ഔട്ട് എന്ന് പറയുന്ന പേരാണ്. രക്ഷയിലേക്കുള്ള വഴിയെന്നോ പുറത്തേക്കുള്ള വഴിയെന്നോ ഒക്കെ പരിഭാഷപ്പെടുത്താവുന്ന ദി വേ ഔട്ട് അത് തിരഞ്ഞെടുത്തു. അത് തിരഞ്ഞെടുത്ത ശേഷം ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗം ഈ ബിൽ വിൽസന്റെ ഈ ലഘുലേഖയില് അനാമധേയത്തെ കുറിച്ച് പറയുന്ന പോർഷനില് ഈ കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ഏത് അംഗമാണ് അദ്ദേഹം ലൈബ്രറികളുടെ ഒരു കോൺഗ്രസ്, അമേരിക്കയിലുള്ള ലൈബ്രറിയുടെയൊക്കെ ഒരു ഹെഡ് ഓഫീസിൽ പോവുകയും ദി വേ ഔട്ട് എന്ന് പറയുന്ന തരത്തിൽ പുസ്തകങ്ങൾക്ക് പേരുണ്ടോ എന്ന് അന്വേഷിച്ചു. നോക്കിയപ്പോൾ 12 പേരുകൾ ദി വേ ഔട്ട് എന്ന് കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ 13ാമത്തെ വേ ഔട്ട് ആവും. അതുകൊണ്ട് അവര് എല്ലാവരും കൂടെ പേര് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നായി. അപ്പോ ഈ അനാമധേയത്വം എന്ന് പറയുന്ന വാക്ക് ഒക്കെ കയറി വരുന്ന, അല്ലെങ്കിൽ ദൈവഹിതം എന്നുള്ള വാക്ക് കയറി വരുന്ന, അല്ലെങ്കിൽ ഗോഡ്സ് ഗൈഡൻസ് എന്നൊക്കെ പറയുന്ന തരത്തിൽ കയറി വരുന്ന ഒരു മിസ്റ്റിസം, ഒരു കാര്യകാരണ സഹിതം വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില ചൂണ്ട് പലകകൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനനത്തിലും വളർച്ചയിലും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബിൽ വിൽസൺ ഈ ലഘുലേഖയുടെ ആമുഖത്തില് ഫോർവേഡ് എഴുതിയപ്പോ അദ്ദേഹം കുറിക്ക് കൊള്ളുന്ന ഒരു നിരീക്ഷണം സാക്ഷാൽ ബിൽ വിൽസൺ അവിടെ എഴുതി വെച്ചു. അദ്ദേഹം എഴുതി വെച്ചത് ആൽക്കഹോളിക്സ് അനോണിമസ് ആരെങ്കിലും കണ്ടുപിടിച്ചതല്ല. നോക്കിക്കോണേ, ഈ ലഘുലേഖയുടെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലഘുലേഖയുടെ ഫോർവേഡില് ബിൽ വിൽസൺ എഴുതി വെച്ചത് ആൽക്കഹോളിക്സ് അനോണിമസ് ആരും കണ്ടുപിടിച്ചതല്ല, അത് വളർന്നു വന്നതാണ്. തെറ്റിലൂടെയും ശരിയിലൂടെയും വളർന്ന് ശക്തമായ ഒരു അനുഭവ സമ്പത്തിലേക്ക്. ഇതാണ് എക്സാക്റ്റ് ആയിട്ട് ബിൽ വിൽസൺ ഇതിന്റെ ആമുഖത്തിൽ എഴുതി വെച്ചത്. നോക്കിക്കോണേ, ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അടിസ്ഥാന ഗ്രന്ഥത്തിന്റെ പേരിടൽ നാമകരണത്തിൽ വരെ അത് ആരും കണ്ടുപിടിച്ചതല്ല, അത് വളർന്നു വന്നതാണ്. ഞാൻ ഇത് വായിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഒരു 6ാമത്തെ മാസമോ മറ്റോ കയറി വന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നിട്ട് ഞാൻ എൻ്റെ യാത്രയിൽ തിരുവനന്തപുരത്ത് പല സ്ഥലത്തും പുതിയ ഗ്രൂപ്പുകൾ തുടങ്ങിയ ഒരു മനുഷ്യനാണ്. അപ്പൊ അന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൽ പുതിയ ആളായതുകൊണ്ടും എനിക്ക് യുടെ പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള വിവരമില്ലാത്തതുകൊണ്ടും, വിവരം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞതാണ്, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എന്ന് കുറച്ചുകൂടെ കളർഫുൾ ലാംഗ്വേജിൽ പറയാം, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. അപ്പോ വിവരം, അറിവ് കുറഞ്ഞതുകൊണ്ട്, കുറച്ചുകൂടെ നല്ല ഭാഷ അതാണ്, അറിവ് കുറഞ്ഞതുകൊണ്ട് ഞാൻ കരുതി ഞാൻ ഈ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണെന്നാണ്. നോക്കണേ, ഓടയിൽ കിടന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഞാനാണ്, ഞാൻ എന്നിലൂടെ വളർന്നെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നെ ഈ പാംലെറ്റില് നേരത്തെ പറഞ്ഞ ആൽക്കഹോളിക്സ് അനോണിമസിനെ ആരും കണ്ടുപിടിച്ചതല്ല, അത് വളർന്നു വന്നതാണ്. തെറ്റിലൂടെയും ശരിയിലൂടെയും വളർന്ന് ശക്തമായ ഒരു അനുഭവ സമ്പത്തിലേക്ക്. അപ്പോ പതുക്കെ പതുക്കെ ഈ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് ആദ്യം ഒരു നയമായും പിന്നീട് പാരമ്പര്യമായും മാറിയെന്നാണ് ബിൽ വിൽസൺ പറയുന്നത്. അപ്പോ ഞാനിത്
ഈ ലഘുലേഖയുടെ ഒരു രസകരമായിട്ടുള്ള ചില കാഴ്ചകളിലേക്ക് ഞാൻ പോയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന് ആ പേര് വന്നത്. നോക്കണേ എത്ര എത്ര വിചിത്രമായ രീതിയിൽ ഇതിനെ എത്തിച്ചു എന്നാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോ നോക്കുന്ന ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ കൂടുതൽ പുതുമയൊന്നുമില്ല. എങ്കിലും സാക്ഷാൽ ബിൽ വിൽസൺ അദ്ദേഹം എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഇതിന്റെ ലിറ്ററേച്ചറിലും കാണും. അപ്പൊ നമ്മുടെ ഈ ലേഖനം തുടങ്ങുന്നത് വളരെ വ്യക്തമാണ്. ഇതില് പുറമേയുള്ള സംരംഭങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൈ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിനെ ഒരു തൊഴിലാക്കി മാറ്റിയവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു രൂപം വരരുത്. ഈ 2 ആശയങ്ങളിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ബിൽ വിൽസൺ പറയുന്നത് നമ്മുടെ അംഗങ്ങള് ചില പ്രാധാന്യമുള്ള എന്നാൽ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലാത്ത 1-2 ചോദ്യങ്ങൾ ഈ ലേഖനത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒന്ന്, ആൽക്കഹോളിക്സ് അനോണിമസ് ഒന്നായി പുറമേയുള്ള മേഖലകളിലെ ആശുപത്രി നടത്തിപ്പ്, ഗവേഷണം, പിന്നെ വിവാദം ഒന്നും ഇല്ലാത്ത മദ്യവുമായി ബന്ധപ്പെട്ട പരിഷ്കരണ പദ്ധതികൾ, ഇതിലൊക്കെ പങ്കെടുക്കാമോ? 2, ഒരു അംഗമെന്ന നിലയിൽ കൃത്യമായി ഒരു അംഗം എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ തന്നെ അയാള് ഇത്തരം മികവിന്റെ മേഖലകളിൽ, അതായത് അദ്ദേഹത്തിനുള്ള പ്രത്യേക അറിവുകൾ, അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും അറിവും ഒക്കെ ഇത്തരം മേഖലകളിൽ ഉപയോഗിക്കാമോ? ഒരു അംഗം, അയാൾ PhD ഹോൾഡറാണ്, സൈക്കോളജി PhD ഹോൾഡറാണ്, അയാൾക്ക് കൗൺസിലിങ്ങിന് ഒരു DHD സെന്ററിൽ പോവാമോ? ഇതാണ് ഈ ചോദ്യം. 3-മത്തത്, ഇവയിൽ ഏതെങ്കിലും മേഖലയിൽ ഒരു അംഗം ഇടപെടുകയാണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാവണം അയാളുടെ ജോലി മുന്നോട്ട് പോകേണ്ടത്? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്ക് പലതരം ഉത്തരങ്ങൾ ഗ്രൂപ്പുകളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. അപ്പോ പൊതുവിൽ പറഞ്ഞ ഈ 3 തരം ചിന്താഗതികൾക്കും, അതായത് ബിൽ വിൽസൺ ഇവിടെ ഉപയോഗിക്കുന്നത്, ഇത്തരം ചിന്താഗതിക്ക് ഉപയോഗിക്കുന്നത്, അദ്ദേഹം പറയുന്നത് പിന്നെ ഒരു ഇംഗ്ലീഷ് വാക്ക്, നല്ല രസമായിട്ടുള്ളൊരു ഇംഗ്ലീഷ് വാക്കാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ നോക്കിയിട്ടത്, എന്തായാലും 3 തരം ചിന്താഗതികൾ കണ്ടുവരുന്നു എന്നാണ്. ഡു എവറിത്തിങ്, ഡു സംതിങ്, ഒന്നും ചെയ്യാനും പാടില്ല. ഇങ്ങനെ തരത്തിലുള്ള ഒരു 3 ചിന്താഗതി ആൽക്കഹോളിക്സ് അനോണിമസിൽ മേൽപ്പറഞ്ഞ ചോദ്യങ്ങളെ സംബന്ധിച്ച് വന്നത്. അത് എല്ലാം ചെയ്തോളൂ എന്നുള്ള ഒരു സമീപനം, ചിലത് ചെയ്യാമെന്നൊരു സമീപനം, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സമീപനം. ഇപ്പോ ആൽക്കഹോളിക്സ് അനോണിമസ് ഭയപ്പാടോടെ നമ്മള് അതിന്റെ ആരംഭകാലത്ത് വളരെ ഭയത്തോടെ കുരുങ്ങിക്കിടന്ന ചില ചിന്താഗതികളാണ്. അതായത് ആരെങ്കിലും നമ്മളെ ചൂഷണം ചെയ്തേക്കുമോ എന്നുള്ള ഭയപ്പാട്. ഈ ചിന്ത ഉള്ളത് കൊണ്ട് മൊത്തത്തിലുള്ള മദ്യപാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ നിന്ന് വ്യക്തിയെയും ഗ്രൂപ്പിനെയൊക്കെ തടയുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു കാര്യം ഒഴിച്ച് നേരെയുള്ള പ്രവർത്തനങ്ങൾക്ക്, അതായത് മദ്യപാന പരിഷ്കാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഗ്രൂപ്പും വ്യക്തികളും ഒക്കെ ഇടപെടുന്നത് ഒഴിച്ച് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക്, 12-ാം പടി പ്രവർത്തനം ഒക്കെ ഉള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. വാഷിംഗ്ടോണിയൻ മുന്നേറ്റത്തിന്റെ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, വാഷിംഗ്ടോണിയൻ മൂവ്മെന്റ് വളരെ ശക്തമായിരുന്നു. പക്ഷെ അത് തകരാനുള്ള കാരണം, അതിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം നശിച്ചു പോകാനുള്ള കാരണം, അതിലെ അംഗങ്ങൾ പരസ്യമായി മറ്റ് പുറമേ ഉള്ള പല വിഷയങ്ങളിലും പക്ഷം പിടിക്കുകയും അത്തരം കാര്യങ്ങൾ, അടിമത്തം മാറ്റണം, മദ്യം നിരോധിക്കണം, മദ്യപാന പരിഷ്കരണങ്ങൾ കൊണ്ടുവരണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിൽ അംഗങ്ങൾ ഇടപെടുകയും അവരെ തമ്മിൽ തന്നെ അവരുടെ പക്ഷം പിടിക്കുകയും ഐക്യം നശിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഇത്തരം ആപത്തുകളിൽ നിന്നും മാറി നിൽക്കണമെന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് ചിന്തിച്ചു. അപ്പോ ഡു എവറിത്തിങ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ഡു സംതിങ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അതുപോലെ തന്നെ ഡു നത്തിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അപ്പോ ഈ മൊത്തത്തിലുള്ള കുടിപ്രശ്നത്തിൽ, അത് ഏത് സമയത്തും ഏത് അവസ്ഥയിലും, അത് ഏത് വഴിയും
അയാളുടെ മഹത്തായിട്ടുള്ള ഒരു ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു പുതുതായിട്ട് ഒരു ആവേശഭരിതനായിട്ട് ഒരു അംഗം ആൽക്കഹോളിക്സ് അനോണിമസ് സർവ്വരോഗ പരിഹാരം ആണെന്ന് ചിന്തിക്കുക. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും എന്തിനുമുള്ള പരിഹാരമാണെന്നുള്ളത് അങ്ങനെയാണ് അയാൾ ശക്തമായി വിശ്വസിക്കുന്നത്. അപ്പോ ഇത്തരം ഒരു വിശ്വാസം, ആൽക്കഹോളിക്സ് അനോണിമസ് സർവ്വരോഗ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണ്, മദ്യാസക്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും ഒരു ആൻസർ ആണെന്നുള്ള മട്ടിൽ ചിന്തിക്കുക. മദ്യപാനം മൂലമുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടെന്നുള്ള മട്ടില് വ്യക്തി ഒരു അംഗം ചിന്തിക്കുകയാണ്. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇത്തരത്തിലുള്ള ഒരു മനോഭാവം ഉള്ളത് കൊണ്ട് സാമ്പത്തികം വേണം, അതുപോലെ തന്നെ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഒക്കെ നടത്തണം, ആശുപത്രികളുടെ വിദ്യാഭ്യാസ സംരംഭങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടണം എന്ന് അങ്ങനെയുള്ള വ്യക്തികൾ ചിന്തിക്കും, അംഗങ്ങൾ. ഇപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കാൻ കഴിയും വിധത്തിലുള്ള പത്രങ്ങളിലും റേഡിയോയിലും ഒക്കെ ഉള്ള തലക്കെട്ടുകൾ പിടിച്ചെടുക്കുക, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരിലുള്ള സാമ്പത്തിക മേന്മ കൈവരിക്കാൻ പറ്റും, സമൂഹത്തിൽ നമ്മുടെ ഫണ്ട് റൈസിങ് നടത്താം, മദ്യപാന രംഗത്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാവും. ഇങ്ങനെ ഈ ആവേശഭരിതന്റെ ഇത്തരം ചിന്താഗതികൾ ഇതൊരു തൊഴിലായി തന്നെ സ്വീകരിക്കാമെന്ന എന്താണ് പറയേണ്ടത്, ഒരു ഈ നല്ല വിശാലമായിട്ടുള്ള ആകാശത്ത് ഇത്തരത്തിലുള്ള കാർമേഘങ്ങൾ പോലെയുള്ള ചിന്തകൾ വരെ വന്നെത്തി എന്നുള്ളതാണ്. അതായത് എല്ലാം ചെയ്യാമെന്ന് കരുതുന്ന ആവേശഭരിതമായിട്ടുള്ള ഒരു വിഭാഗം. അപ്പോ ഇത് വെറുതെ ഭ്രാന്തിൽ നിന്ന് മാത്രമല്ല ഒരു അംഗത്തിന് ഇത്തരം ചിന്താഗതി ഉണ്ടാകുന്നത്, മറിച്ച് ആഴത്തിലുള്ള ചില സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് വരുന്ന ചിന്താഗതികളാണ്. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു വാക്കാണ്. അമിതാവേശത്തിന്റെ ഒരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ വളരെ ആഴത്തിലുള്ള ഒരു സാമൂഹിക ഉത്തരവാദിത്വം. എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരു കുടിയൻ അവൻ കയറി വരണം, എന്നെ പോലെ തകർച്ചയിലേക്ക് ഒരാൾ വീഴരുത് എന്നൊക്കെയുള്ള സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നുകൂടി ആണ് ഇത്തരത്തിലുള്ള അമിതാവേശം. ഞാൻ ഈ ചാപ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ ബിൽ വിൽസൺ ഒരിക്കൽ പോലും ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗമോ ഒരു ഗ്രൂപ്പോ അതിന്റെ പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതിന് താത്വികമായിട്ട് ഒരിക്കലും ചാട്ടവാറെടുത്ത് അടിച്ചിട്ടില്ല. അതായത് പാരമ്പര്യങ്ങള് പിന്നെ കോൺക്രീറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ്, അതിൽ നിന്ന് ഒരു ഇഞ്ച് കാലെടുത്ത് മാറ്റിക്കൂടാ എന്ന് ഒരിക്കലും ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നില്ല. കാരണം അത് സൂക്ഷ്മമായിട്ട് മനസ്സിലാവണമെങ്കിൽ അനാമധേയത്വം എന്ന 12 പടികളിലും പാരമ്പര്യങ്ങളിലുള്ള ആ ലേഖനം എടുത്ത് വായിച്ചാൽ അതിലൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ചെയ്തികളും അനാമധേയത്തിന്റെ പരിധിയിൽ തന്നെ നിൽക്കുന്നതാണെന്നാണ്. ഒരു അംഗം അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ ഒരു അംഗമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അയാളുടെ പള്ളിയിൽ ഞാൻ ഒരു അംഗമാണെന്ന് പറഞ്ഞു, അത് അനോണിമിറ്റി ബ്രേക്ക് ആണ്. പക്ഷെ അതും ഇതിന്റെ അനോണിമിറ്റിയുടെ ഒരു വിശാലമായിട്ടുള്ള അകത്ത് വരുന്നതാണെന്നാണ് നമ്മുടെ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽസ് ആൻഡ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ ലേഖനത്തിന് നമ്മൾ തൊട്ടു മുമ്പ് കടന്നുപോയ ലേഖനത്തിലും ആശുപത്രികളിലും മദ്യപാന പരിഷ്കരണങ്ങളിലും ഇതിന്റെ ക്ലബുകളുടെ ഒക്കെ നടത്തിപ്പ് എക്ക് വേണം എന്ന് അന്നത്തെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ ചിന്തിച്ചത് കഴിഞ്ഞ തവണ നമ്മൾ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചതാണ്. ആ 2 പേരുകൾ ഞാൻ ഓർക്കുന്നുണ്ട്, സാനിറ്റോറിയം എന്നും അസൈലം എന്നും. അനാഥരെ സംരക്ഷിക്കുന്ന സ്ഥലം, ഭ്രാന്തന്മാരെ ഏറ്റെടുക്കാൻ ആളില്ലാത്ത ഭ്രാന്തന്മാരെ സംരക്ഷിക്കുന്ന, മെന്റലി സിക്കായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ വലിച്ചെറിയപ്പെടുമായിരുന്നു ആൽക്കഹോളിക്സിനെ. കാരണം അന്ന് ആൽക്കഹോളിക്സ് ഒരു ഡിസീസ് ആണെന്നോ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഇതൊരു ഈ പാപം ചെയ്യുന്ന മനുഷ്യനെ ദൈവം ശിക്ഷ കൊടുക്കുന്ന അത്തരത്തിലുള്ള സദാചാരമായിട്ടുള്ള ചില കാര്യങ്ങളുടെ ബന്ധിച്ചായിരുന്നു ആൽക്കഹോളിക്സിനെ കണ്ടിരുന്നത്. അപ്പോ അന്ന് ആ കാലത്ത് 1930കളിൽ എയുടെ തുടക്കക്കാര് അവര് ആഴത്തിലുള്ള മനുഷ്യ സ്നേഹത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള സംരംഭങ്ങൾ. ഇന്ന് 12 പാരമ്പര്യങ്ങൾ ഞാൻ കാലിന്മേൽ കാലിട്ട് കയ്യിൽ ഒരു സിഗരറ്റും വെച്ച് ചിരിച്ച് എൻ്റെ കാറിൽ വന്ന് മീറ്റിങ്ങിൽ ഇറങ്ങി 12 പാരമ്പര്യങ്ങൾ ഞാൻ വായിക്കുമ്പോ
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം അറിഞ്ഞുകൂടാ എങ്കിൽ ഞാൻ ചിലപ്പോൾ ചിരിക്കും. ആ പഴയ മെമ്പേഴ്സ് എത്ര വിഡ്ഢികളായിരുന്നു. അവർക്ക് അറിഞ്ഞുകൂടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു കുടിയനെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ബില്ലടയ്ക്കാനുള്ള പൈസ അവൻ കൊടുക്കില്ല, അവനെ വീട്ടിൽ കയറ്റിയാൽ അവൻ കാർപ്പറ്റിൽ മൂത്രമൊഴിച്ച് വെക്കും, വീട്ടിലെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകും, വേണമെങ്കിൽ ഭാര്യയെ കയറി പിടിക്കും. ഇതൊക്കെ അവനെ അറിഞ്ഞുകൂടെ? അതുകൊണ്ട് ഗ്രൂപ്പ് മീറ്റിങ്ങിൽ തന്നെ വെച്ച് അവനെ പിന്തള്ളണ്ടേ എന്നൊക്കെ പാരമ്പര്യങ്ങളെ കുറിച്ചും ആൽക്കഹോളിക്സ് അനോണിമസ് എങ്ങനെയാണ് വികസിച്ച് വന്നതെന്നും അറിവില്ലാത്ത എന്നെ പോലെയുള്ള ഒരു അംഗം ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ ബിൽ വിൽസൺ ഈ ലേഖനത്തിലൂടെ, ഈ ചെറു ലേഖനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അന്നത്തെ അംഗങ്ങളുടെ അമിതാവേശമുണ്ട്, അതുപോലെ തന്നെ സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നും വരുന്ന ചിന്താഗതികൾ എന്നാണ്, എന്തും ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ബിൽ വിൽസൺ പറയുന്നത് നമുക്ക് ഈ അതിരിൽ നിൽക്കുന്നവർ ഡു എവരിത്തിങ്ങും ഡു നത്തിങ്ങും, എല്ലാം ചെയ്യാം, എന്തും ചെയ്യാം. ആൽക്കഹോളിക്സ് അനോണിമസിനെ ഏത് തൊഴുത്തിലും കെട്ടാം, ആശുപത്രി, ഗവേഷണം എല്ലാം ചെയ്യാം, പക്ഷെ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുന്ന ഒരു വിഭാഗം. പക്ഷേ ഒരു ബിൽ വിൽസന്റെ ഒരു നിരീക്ഷണം, ഒരു ശരാശരി അംഗം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നിലും ഒരുപാട് ആശങ്കപ്പെടാറില്ലെന്നാണ്. കാരണം അയാൾക്കറിയാം ഈ കുഴഞ്ഞു മറിഞ്ഞ പുകപടലങ്ങൾക്കിടയിലൂടെ വെളിച്ചം വന്നെത്തുമെന്ന്. എനിക്ക് ആ ബിൽ വിൽസന്റെ ഇത്തരത്തിലുള്ള ഈ എഴുത്ത്, ഒരു കുടിയന് മാത്രമേ ഈ വാക്കുകൾ കൊണ്ടുള്ള ഈ മായാജാലം, അത് ബിൽ വിൽസനെ ദൈവം അനുഗ്രഹിച്ച മനുഷ്യനാണ്. നോക്കിക്കോണേ, പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുന്നു, എന്ത് കാര്യം ഇതിനെക്കുറിച്ച് പറഞ്ഞാലും ശരി തന്നെ, എന്നെ പോലെയുള്ള ഒരു ആവറേജ് കുടിയൻ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും പരാജയം, അപകർഷതയൊക്കെ കാണുന്ന ഒരു കുടിയനാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങേരുടെ ഈ ഒരു വാക്ക്, ഇത് നോക്കിക്കോണം. അയാൾക്കറിയാം, ഇവിടെ പറയുന്നത് ഒരു ശരാശരി അംഗം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ആശങ്കപ്പെടാറില്ല. അയാൾക്കറിയാം ഈ കുഴഞ്ഞു മറിഞ്ഞ പുകപടലങ്ങൾക്കിടയിൽ കൂടെ വെളിച്ചം വന്നെത്തുന്നു. അയാൾ ഇപ്പോൾ പ്രബുദ്ധമായിട്ടുള്ള ഒരു നയമുണ്ട്, എല്ലാവർക്കും രുചിക്കാവുന്നത്. അത് മികച്ചതാണെങ്കിൽ അത് പാരമ്പര്യമായി മാറുമെന്നാണ് ബിൽ വിൽസന്റെ ഒരു നിരീക്ഷണം. എനിക്ക് അത് വളരെ മനോഹരമായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് പാരമ്പര്യങ്ങള്, 6-ാം പാരമ്പര്യങ്ങളും 8-ാം പാരമ്പര്യവും മാത്രമല്ല, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളതിന്റെ ഒരു നിരീക്ഷണമാണ്. ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം അങ്ങനെ കിടക്കുന്ന തന്നെ അതിന്റെ തീവ്രത കുറയുമ്പോൾ വെളിച്ചം കടന്നു വരുമെന്ന്. അപ്പോ ആ കുഴഞ്ഞു മറിഞ്ഞതിൽ നിന്നൊക്കെ ഒരു പ്രബുദ്ധമായിട്ടുള്ള, കുറെയൊക്കെ ആഴത്തിലുള്ള അറിവുള്ള ഒരു നയം വരും, ഒരു പോളിസി. എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ പോളിസി അത് മികച്ചതാണെങ്കിൽ അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യമായി മാറും. ഇത് ഒരു ചൂണ്ടുപലകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ടെക്സ്റ്റ് ബുക്ക് എഴുതിയപ്പോൾ അംഗങ്ങളുടെ ലെങ്ത് ഓഫ് സോബറേറ്റി 4 വർഷം 5 വർഷം. ആ 5 വർഷക്കാര് അവരുടെ മാത്രം ഒരു കാഴ്ചപ്പാടിൽ ആൽക്കഹോളിക്സ് അനോണിമസിനെ നിർത്താൻ ഇതിന്റെ സഹസ്ഥാപകൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത്, ഈ ലഘുലേഖയിൽ അദ്ദേഹം പറഞ്ഞത്, ആൽക്കഹോളിക്സ് അനോണിമസിനെ ആരും കണ്ടുപിടിച്ചതല്ല, അത് തെറ്റുകളിലൂടെ ശരികളിലൂടെ വളരുന്നതാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ 12 പാരമ്പര്യങ്ങളും അതിന്റെ അപ്ഡേഷൻസ്, നവീകരണം തുടരുക തന്നെ ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രിയാമ്പിൾ. ആ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രിയാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എല്ലാ മീറ്റിങ്ങുകളിലെയും ആദ്യം വായിക്കുന്ന ഒന്നാണ്. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെ തങ്ങളുടെ പൊതുപ്രശ്നമായ അമിത മദ്യാസക്തി എന്ന രോഗത്തിന് പരിഹാരം കാണാൻ കഴിയുകയും അപ്രകാരം മറ്റുള്ളവരെ അമിത മദ്യാസക്തിയിൽ നിന്ന് മോചിതരാകാൻ സഹായിക്കുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഇതാണ് ഞാൻ എയിൽ വന്നപ്പോൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ വർഷമോ മറ്റോ ഇതിനൊരു മാറ്റം വരുത്തി. ഈ സ്ത്രീ പുരുഷന്മാരെന്നുള്ള വാക്കങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുഖവുര മറ്റുള്ളവരെ അമിത മദ്യാസക്തിയിൽ നിന്ന് മോചിതരാകാൻ സഹായിക്കുകയും ചെയ്യുന്ന പീപ്പിൾ, ആളുകളുടെ ഒരു കൂട്ടായ്മയാണെന്നാണ് മാറ്റിയത്. അപ്പോ അതിലൊരു തെളിച്ചമുണ്ട്.
സ്ത്രീകളും പുരുഷന്മാരും മാത്രമല്ലല്ലോ, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. പല തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ജെൻഡേഴ്സ് ഉള്ള മനുഷ്യരുണ്ട്. അപ്പോ പുരുഷനും സ്ത്രീയും ഈ ജെൻഡറും ട്രാൻസ്ജെൻഡറും ആ ജെൻഡറും എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്നതിന് പകരം പിന്നെയും ആഴത്തിലുള്ള മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നവീകരിക്കപ്പെടുകയാണ്. ഉടൻ തന്നെ അതിന്റെ പ്രിയാമ്പിള് ഇതിലെ അംഗങ്ങള് അവര് നമ്മുടെ തെരഞ്ഞെടുത്തിട്ടുള്ള ഡെലിഗേറ്റുമാരും ട്രസ്റ്റുമാരും ഒക്കെ കൂടെ നമ്മള് ചർച്ച ചെയ്തിട്ട് ആ മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് പുരുഷനും സ്ത്രീയും എന്നൊക്കെയുള്ള വാക്ക് മാറ്റി പീപ്പിൾ, ആളുകൾ, ജനങ്ങൾ എന്നുള്ള ആ വാക്കെടുത്തു. അപ്പൊ ഇത്തരത്തിൽ നയങ്ങൾ വരികയും ആ നയങ്ങള് ഉത്തമമെങ്കിൽ അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യമായി മാറുമെന്ന് 1955 ഒരു ദീർഘദർശി നമ്മുടെ ഒക്കെ പഴമക്കാരനായിട്ടുള്ള ബിൽ ഡബ്ല്യു എഴുതി വെച്ചിരിക്കുന്നു. അദ്ദേഹത്തെ എന്താ പറയേണ്ടത്? അപ്പൊ ഇതൊക്കെയാണ് ഈ സന്യാസിമാരുടെ പോലെയൊക്കെയുള്ള പ്രവചന സ്വഭാവമുള്ള വാക്കുകൾ. അപ്പോ ഒരിക്കലും ഒരു പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു നയം ഉണ്ടായില്ലെങ്കിലും ഉണ്ടാവില്ല എന്ന് ഞാൻ ഭയക്കാറുണ്ട്. ഇത് പറയുന്നത് ബിൽ വിൽസൺ ആണ്. എഐക്ക് ഒരിക്കലും പ്രവർത്തനക്ഷമമായ ഒരു നയം ഉണ്ടാകില്ല എന്ന് പലപ്പോഴും ഞാൻ ഭയക്കാറുണ്ട്. പലപ്പോഴും എൻ്റെ കാഴ്ചപ്പാടുകൾ രണ്ട് എക്സ്ട്രീമുകളിലും ആടാറുണ്ട്. ഈ പറഞ്ഞ ഡു എവരിത്തിങ്ങും ഡു നത്തിങ്. പക്ഷേ അനുഭവങ്ങളുടെ കൂടുതൽ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള വെളിച്ചത്തില് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന് വിദ്യാഭ്യാസ മേഖലയിലോ മദ്യപാന പരിഷ്കരണങ്ങളിലോ അതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങളിലോ ഒന്നും ചെയ്യാനില്ല എന്ന് വ്യക്തമാകുന്നു എന്ന് ബിൽ വിൽസൺ പറയുന്നു. ഉദാഹരണത്തിന് ദൃഢമായി പറയാൻ നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന് വളരെ ശക്തമായി തന്നെ പറയാൻ പറ്റും. എഐക്ക് മൊത്തത്തിലുള്ള ഗ്രൂപ്പുകൾക്കോ അതിന്റെ പ്രവർത്തനത്തിലുപരി മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യരുത്. നമുക്ക് ആരെയും സാക്ഷ്യപ്പെടുത്താനോ സാമ്പത്തിക കൂട്ടുകെട്ടുണ്ടാക്കാനോ കച്ചവടം ചെയ്യാനോ മറ്റാരുമായും കഴിയില്ല. മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് മേഖലകളിൽ എയുടെ പേര് ബന്ധപ്പെടുത്തുന്നില്ല. ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളെ എയുടെ പേര് ഉപയോഗിച്ചുള്ള ഫണ്ട് ശേഖരണത്തിനോ മറ്റോ ഉപയോഗിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനും പറയുന്നു. ഇതിന് വിപരീതമായുള്ള പ്രവൃത്തികൾ നമ്മുടെ ഐക്യം നഷ്ടമാവും. ഐക്യം സംരക്ഷിക്കുക എന്നത് നമ്മുടെ വലിയ കർത്തവ്യമാണ്. നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മദ്യപാനികളുടെ ഇടയിലും മറ്റ് അംഗങ്ങളുടെ ഇടയിലും സമൂഹത്തിലും നമ്മുടെ ഈ തത്വങ്ങൾ വ്യക്തമായിട്ടുണ്ടെന്ന് ഈ ലേഖനത്തിൽ ബിൽ വിൽസൺ പറയുന്നു. എങ്കിലും വീണ്ടും കുറച്ചുകൂടെ ഡിസ്കഷൻസ്, സംവാദങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ബിൽ വിൽസൺ പറഞ്ഞിട്ട് നമ്മളിൽ ആർക്കെങ്കിലും വ്യക്തികൾ എന്ന നിലയിൽ നമ്മുടെ പ്രത്യേക അനുഭവങ്ങൾ മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട മറ്റ് മേഖലകളിൽ ഉപയോഗിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ? അത് എയുടെ പേര് ഉൾപ്പെടുത്താതെ ആവാമോ ബിൽ വിൽസൺ ഈ ലേഖനത്തിൽ ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എൻ്റെ മനസ്സിൽ ഒന്നും ചെയ്യരുതെന്നുള്ള നയം ചിന്തിക്കാൻ കൂടി കഴിയില്ല. എയുടെ പേര് വലിച്ചിഴച്ചു കൊണ്ടുവരാത്ത രീതിയിൽ നമ്മുടെ അംഗങ്ങള് മറ്റ് സംരംഭങ്ങളിലും പ്രവർത്തിക്കാം. ഈ അംഗങ്ങള് ലളിതമായ ചില മുൻകരുതലുകൾ എടുക്കണമെന്ന് മാത്രം. ഈ സമൂഹത്തെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മൾ എക്കാർ എയെ തന്നെ ആദ്യം പ്രതിഷ്ഠിക്കണം. നമ്മുടെ നന്മ അത് ആദ്യം പ്രതിഷ്ഠിക്കണം. ഇത് പറയുന്നത് ബിൽ വിൽസൺ ആണ്. നമ്മൾ ഈ ലോകത്തിലെ പൗരന്മാർ കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ അനുഭവ സമ്പത്ത് അത് മറ്റു മനുഷ്യരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഡോക്ടർമാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രൊഫഷണൽസുമായിട്ടും ഒക്കെ തന്നെ അത്തരം കാര്യങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. പക്ഷേ ഒരു അപകട സൂചന കൂടെ അദ്ദേഹം ഇവിടെ പറയുന്നു. മറ്റ് മേഖലകളിൽ നിന്നുള്ള വിളി ശ്രദ്ധിക്കുന്ന അംഗങ്ങൾ മറ്റ് മേഖലകളിൽ ഇപ്പോ ഒരു കൗൺസിലിങ്ങിന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും
ഗവേഷണ മേഖലയിൽ ഇത്തരം മേഖലകളിൽ നിന്നൊക്കെ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളെ വിളിച്ചാൽ അവിടെ ആദ്യവും അവസാനവും ബിൽവിൽസൺ പറയുന്ന വാക്ക് അത് തന്നെ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അവര് അംഗങ്ങളാണെന്ന് മറക്കാതിരിക്കുക. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എൻ്റെ ഈ ചെറിയ യാത്രയിൽ ഞാൻ പല അംഗങ്ങൾ ഡി അഡിക്ഷൻ സെന്റേഴ്സ് തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട്. പണമുള്ള അംഗങ്ങൾ അവർ വാടകയ്ക്ക് ഫിസിഷ്യൻസിനെയും നഴ്സുമാരെയൊക്കെ എടുത്ത് ഈ ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങും. കുറെ പേര് നേരെ രൂപ നടത്തുന്നു, കുറെ പേര് അടിച്ച് പൂക്കുറ്റിയായി പോകുന്നു. കാരണം അവർ അംഗങ്ങളെന്ന് മറന്നിട്ട് അവര് സ്ഥാപന നടത്തിപ്പിന്റെ ബിസിനസ്സിലോട്ട് അങ്ങ് ഇടപെടും. പണത്തിന്റെ കണക്കുകളിലും അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ഈ പിന്നെ മദ്യപാനികളെ രക്ഷിക്കുന്ന ദൈവദൂതന്മാരെ ആയിട്ടും ഒക്കെ അങ്ങ് മാറി ചമയാൻ ഈ ലോകത്തിന്റെ ഒരു രീതികളിൽ പെട്ടുപോവുകയും അവർ അംഗങ്ങളാണെന്ന് മറക്കുകയും ആൽക്കഹോളിക്സ് ആണെന്ന് മറക്കുകയും അവർ പോയി കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് ബിൽവിൽസൺ ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്. അവർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, അവര് ആദ്യവും അവസാനവും അവർ അംഗങ്ങളാണെന്ന് മറക്കാതിരിക്കുക. പുതിയ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ വ്യക്തി എന്ന നിലയിൽ മാത്രമാവണം. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിലെ മറ്റംഗങ്ങളുടെ അനാമധേയത്വം മാനിക്കണം. അതുപോലെ തന്നെ യുടെ പേര് പറഞ്ഞ് പണം പിരിവിനൊന്നും ഫണ്ട് റൈസിങ്ങിനൊന്നും പോകരുത് എന്നും ബിൽവിൽസൺ ഇവിടെ പറയുന്നു. പെരുമാറ്റത്തിലെ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ ഇടപെടുന്ന പെരുമാറ്റങ്ങളിലെ ഈ ചെറിയ തത്വങ്ങൾ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള ജീവിതത്തിൽ ഈ ചെറിയ തത്വങ്ങൾ നിരന്തരം പ്രാവർത്തികമാക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ഭയങ്ങളും മാറും. കാര്യമുള്ളതും കാര്യമില്ലാത്തതും. ഇപ്പോൾ പല അംഗങ്ങളും ഇവയിലൊക്കെ ഏർപ്പെടാറുണ്ട്. ബിൽവിൽസൺ തന്നെ അന്നത്തെ ഇപ്പോഴും നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇപ്പോ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു കൗൺസിലിംഗിൽ PhD എടുത്ത ആള് അയാളെ ഒരു ഡി അഡിക്ഷൻ സെന്റർ വിളിക്കുന്നു. ആ വ്യക്തിയുടെ അയാളുടെ തൊഴിൽ പോയി ചെയ്തുകൂടെ? ആർക്കും തടസ്സമില്ല. പക്ഷെ അയാൾ യുടെ അംഗമാണെന്നുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് ഉപയോഗിക്കരുതെന്ന് മാത്രം. അപ്പോ ഇപ്പോൾ പല അംഗങ്ങളും ഇവയിലൊക്കെ ഏർപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള പുറമേയുള്ള സംരംഭങ്ങളിൽ ചേർന്ന് സൗഹാർദ്ദപരമായിട്ട് പ്രവർത്തിക്കാനും വിവാദങ്ങളില്ലാതെ മദ്യാസക്തിയുടെ ഇരുണ്ട മേഖലകളിൽ ഒരു തിളക്കമാർന്ന ഒരു ഇടപെടൽ നടത്താനും ഇത്തരം അംഗങ്ങൾക്ക് കഴിയുന്നു. അപ്പോ ബിൽവിൽസൺ ഈ ഒരു ഹെഡിങ്ങിനെ ചുരുക്കുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് മറ്റ് സംരംഭങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ചേർത്ത് കെട്ടിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് പറയുന്ന ആ ലേഖനം ചുരുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, പുറമേയുള്ള സംരംഭങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് സ്പോൺസർ ചെയ്യുന്നില്ല. അത്തരം സംരംഭങ്ങളെ സ്പോൺസർ ചെയ്യുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു ഡി അഡിക്ഷൻ സെന്റർ നടത്തുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് ആ ഡി അഡിക്ഷൻ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മുടെ ഭാവിയെക്കരെ നമ്മൾ എടുക്കും. എന്നാൽ വ്യക്തി എന്ന നിലയിൽ സർവ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ആ വ്യക്തിക്ക് ഇത്തരം സംരംഭങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ യുടെ പേര് സംരക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ബിൽവിൽസൺ ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. അപ്പോ അതില് പാരമ്പര്യം 6-നെയും 8-നെയും 8-ലേക്ക് നയിച്ച കുറച്ച് വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ ഉള്ള ഒരു ലേഖനം എന്ന് പറയുന്ന അടുത്ത ലേഖനം എന്ന് പറയുന്നത് പണത്തെ കുറിച്ചുള്ളതാണ്. 1946 എഴുതിയത് തന്നെ. പക്ഷെ ഇത് ഒരു 3-4-5 പേജിൽ 1, 2, 3, 4 പുറങ്ങളിൽ ഉള്ളതാണെങ്കിൽ തന്നെ 1946 ഇതാണ് നമ്മുടെ ട്രഡീഷൻ 7, നമ്മുടെ പാരമ്പര്യം 7 നമ്മുടെ കിറ്റിയെ സംബന്ധിക്കുന്ന പാരമ്പര്യമാണ്. അതില് ഓരോ ഗ്രൂപ്പ് പൂർണ്ണമായും സ്വയം പര്യാപ്തത പാലിക്കുന്നതോടൊപ്പം പുറമേ നിന്നുള്ള സാമ്പത്തിക സഹായം നിരസിക്കുകയും ചെയ്യണം. അപ്പോ ഈ ഒരു പാരമ്പര്യത്തെ പണത്തെ സംബന്ധിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പണത്തെ സംബന്ധിക്കുന്ന ഒരു നിരീക്ഷണം ഈ ലേഖനത്തിൽ ബിൽവിൽസൺ ഉണ്ട്. ഇതും 1946
നമ്മുടെ ഗ്രേപ്പ് ഓയിലിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഇതില് ഇതില് വളരെ കുറച്ചധികം പേജുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതിലുള്ള ഇതിലുള്ള പോയിന്റ്സ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ പണം എയുടെ കുതിപ്പിന് അല്ലെങ്കിൽ നാശത്തിന് കാരണമാകുമോ? ഇത്തരം ചോദ്യങ്ങൾ, ആൽക്കഹോളിക്സ് അനോണിമസിന് പണം ആവശ്യമുണ്ടോ, പണം ആവശ്യം ഇല്ലേ, അല്ലെങ്കിൽ എന്നൊക്കെയുള്ള വലിയ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരം കടങ്കഥകൾക്ക്, ഇത്തരത്തിലുള്ള ചോദ്യോത്തരങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അവിടെ ബിൽ വിൽസൺ പറയുന്നത് അത് ഇത്തരത്തിലുള്ള ചെറിയ ചില വാക്കുകളാണ് ഈ സാധാരണ ഒരു അംഗത്തിൽ നിന്ന് ബിൽ വിൽസനെ പോലെയുള്ള പരിണിത പ്രജ്ഞരെ, അതായത് ഈ മുനി ശ്രേഷ്ഠന്മാരെന്നൊക്കെ പറയുന്ന പ്രവചന സ്വഭാവം ഉള്ളെന്ന് പറയുന്നത്, അസാധാരണമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടെന്ന് പറയുന്നത്, അദ്ദേഹം അടുത്ത ഈ 7ാമത്തെ പാരമ്പര്യത്തെ കുറിച്ച് ഇങ്ങനെ തുടങ്ങുന്നത് തന്നെ ആ ലേഖനത്തിൽ പറയുന്നത് ഈ പണം യുടെ കുതിപ്പിന് അല്ലെങ്കിൽ നാശത്തിന് കാരണമാകുമോ? ഈ കടങ്കഥകൾക്ക് ഉത്തരം തേടാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. എന്നിട്ട് പറയുന്നു, എല്ലാ ഉത്തരങ്ങളും കയ്യിലുണ്ടെന്ന് ആരും നടിക്കുന്നില്ല. എനിക്കിത് വായിച്ചപ്പോ എൻ്റെ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള യാത്രയിൽ എവിടെയൊക്കെ വെച്ച് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് പഴമക്കാരനാണ്, എനിക്കെല്ലാം അറിയാം. സത്യത്തില് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ ഹംബിളാക്കും. എന്നെ ഈ രാത്രി സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഇത് വായിക്കുമ്പോൾ പാരമ്പര്യത്തെക്കുറിച്ച് മാത്രമല്ല, എനിക്ക് പല മേഖലകളിലും ഈ ഒരു നാട്യം, എല്ലാ ഉത്തരങ്ങളും കയ്യിലുണ്ടെന്ന് എനിക്കൊരു ചിന്തയുണ്ട്. ബിൽ വിൽസൺ വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ ജീവിതം ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള ക്കകത്തും യുടെ പുറത്തും എൻ്റെ ജീവിതം കൊണ്ടുപോവേണ്ട ഒരു വിനയത്തിന്റെ എളിമയുടെ ഒരു ദിശ അദ്ദേഹം കാണിച്ചു തരുന്നു. എല്ലാ ഉത്തരങ്ങളും കയ്യിലുണ്ടെന്ന് ആരും നടിക്കുന്നില്ല. എന്നിട്ടും അടുത്ത ഒരു വളരെ രസകരമായിട്ട്, ശരിയായ ഉപയോഗം അവസാനിക്കുന്നിടത്ത് നിന്നും പണത്തിന്റെ ദുരുപയോഗം ആരംഭിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് അറിയാവുന്ന ഈ അംഗങ്ങളെടുത്ത് ദയവ് ചെയ്ത് ഈ ലേഖനം എടുത്ത് നോക്കാനും അത് വായിച്ച് നല്ല അർത്ഥം മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചാൽ നന്നായിരിക്കും. എനിക്കത് ഇഷ്ടപ്പെട്ടു. ശരിയായ ഉപയോഗം അവസാനിക്കുന്നിടത്ത് നിന്നും പണത്തിന്റെ ദുരുപയോഗം ആരംഭിക്കുന്നു. ഞാൻ ഇതിലൊരല്പം മാറ്റി എൻ്റെ മനസ്സ്. ഇത് പണത്തെക്കുറിച്ച് പറയുന്ന ലേഖനമാണെങ്കിലും ശരിയായ ഉപയോഗം അവസാനിക്കുന്നിടത്ത് നിന്നും ലൈംഗികതയുടെ ദുരുപയോഗം ആരംഭിക്കുന്നു. ശരിയായ ഉപയോഗം അവസാനിക്കുന്നിടത്ത് നിന്നും എൻ്റെ എന്തെങ്കിലുമൊക്കെ അധികാരത്തിന്റെ, ആളുകളിക്കലിന്റെ ഈ പണത്തിന് പകരം അവിടെ എഴുതാം. ശരിയായ ഉപയോഗം അവസാനിക്കുന്നിടത്ത് നിന്നും പണത്തിന്റെ ദുരുപയോഗം ആരംഭിക്കുന്നു. ആത്മീയമായ കാഴ്ചപ്പാട്, നമ്മുടെ ഫെലോഷിപ്പിന്റെ ഒരു ആത്മീയമായ കാഴ്ചപ്പാട് ഇതാണ്. നമ്മൾ എല്ലാവരും അന്വേഷിക്കുകയാണ്. ചില ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ചില ചിന്തകൾക്ക് ഇടം നൽകുന്നു. എല്ലാവരും ചോദിക്കുന്നു, ഇതിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കുമെന്നാണ്. അപ്പോ പണത്തെ സംബന്ധിച്ച് സുമനസാല തരുന്ന സംഭാവനകളോട്, അതായത് ശമ്പളം നൽകി നമ്മുടെ കൂടെ നിർത്തുന്ന പെയ്ഡ് വർക്കേഴ്സിനുൾപ്പെടെ, അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള സേവനം ചെയ്യുന്ന പുറമേ ഉള്ള പ്രൊഫഷണൽസിനോട്, നമ്മൾ വെച്ചിരിക്കുന്ന പ്രൊഫഷണൽസിനോട്, അതുപോലെ തന്നെ പുറമേ ഉള്ള സംഭാവന തരുന്ന സംഭാവനകളെ എങ്ങനെ കാണാം? ഇതൊക്കെ 7ാമത്തെ പാരമ്പര്യത്തിലെ ഈ പണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ബിൽ വിൽസൺ ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, ആദ്യ വർഷങ്ങളിൽ നമുക്ക് പണപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിൽ. അത് മനോഹരമായിട്ടുള്ള അടുത്തൊരു വളരെ പ്രസക്തമാണ്. ഇപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങള് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതിന്റെ ഒക്കെ ചില പരിമിതികൾ, അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നമ്മൾ അനുഭവങ്ങളിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പലതും നമ്മൾ ഇപ്പോ വ്യക്തമായിട്ടുള്ള അതിർവരമ്പുകളുണ്ട്. യുടെ ആദ്യകാലത്തേക്ക് വെളിച്ചം വീശുന്ന ചില ഒരു സംഗതി ഇവിടെ ബിൽ വിൽസൺ പറയുന്നത്, ഇൻ ദി ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് വി ഹാഡ് നോ മണി പ്രോബ്ലംസ്. ആദ്യ വർഷങ്ങളിൽ നമുക്ക് പണപ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. നമ്മുടെ വീടുകളിൽ ഒരുമിക്കുകയും നമ്മുടെ പെണ്ണുങ്ങൾ ഉഴുന്നുവടയും കാപ്പിയും ഉണ്ടാക്കി തരികയും ചെയ്തു. ഇവിടെ ഉഴുന്നുവട എന്നല്ല എഴുതിയിരിക്കുന്ന സാൻഡ്വിച്ച് എന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച്
ഞാനത് എനിക്ക് ആ വരികൾ വായിക്കുമ്പോൾ ആദ്യ വർഷങ്ങളിൽ നമുക്ക് പണപ്രശ്നങ്ങളില്ലായിരുന്നു. നമ്മുടെ വീടുകളിൽ ഒരുമിക്കുകയും നമ്മുടെ പെണ്ണുങ്ങൾ പരിപ്പോടെ കാപ്പി ഉണ്ടാക്കി തരികയും ചെയ്തു. നമുക്ക് ഗ്രൂപ്പ് ഫണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിന്റെ പണം കൈകാര്യം ചെയ്യുന്ന കുഴപ്പങ്ങളും ഇല്ലായിരുന്നു. പല പഴമക്കാരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ പഴയ കാലത്തെ വന്യമായ ലാളിത്യത്തിലേക്ക്, അതാണ് ആ വാക്ക്, വെറും ലാളിത്യം ഒന്നുമല്ല, വളരെ വന്യമായ ലാളിത്യത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഭൗതികമായിട്ടുള്ള വസ്തുക്കൾക്ക്, മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും വസ്തുക്കൾക്കും വേണ്ടിയുള്ള തർക്കങ്ങൾ ആത്മീയതയെ തകർക്കുന്നുണ്ട്. അത് അങ്ങനെ തകർക്കുന്നത് പലപ്പോഴും കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ പഴയ കാലത്തേക്ക്, അതായത് 5 പൈസ കൈയില്ലാതെ കാര്യങ്ങളൊക്കെ ലളിതമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ശൈലിയിലോട്ട് പോകാൻ പല പഴമക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈ ഗ്രൂപ്പ് മീറ്റിങ്ങിലൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടാൽ നമുക്കത് മനസ്സിലാവും. ഒരു 25 വർഷക്കാരൻ അവരൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ അഗതികളായിട്ടുള്ള അംഗങ്ങളെ അവര് വാടക വീടെടുത്ത് താമസിപ്പിക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചെയ്യുന്നത്, ഇതെല്ലാം ആഴത്തിലുള്ള മനുഷ്യ സ്നേഹത്തിൽ നിന്നുള്ളതാണ്. അപ്പോ എന്തായാലും ഈ ആദ്യ കാലങ്ങളിൽ എങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോയെന്ന് ബിൽ വിൽസൺ ഇവിടെ എഴുതിയിരിക്കുന്നു. കൂടുതൽ പണം നമുക്ക് അപകടം വരുത്തി വെക്കുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഗംഭീരമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏതെങ്കിലും ഗ്രൂപ്പോ ഏതെങ്കിലും സർവീസ് സെന്ററോ ഒക്കെ പ്രൂഡന്റ് റിസർവിനേക്കാളും കാശ് കൈവച്ചാൽ അത് അപകടം വരുത്തും. അതുകൊണ്ട് നമ്മൾ കൂട്ടായ ദാരിദ്ര്യത്തിൽ തന്നെ നിൽക്കണമെന്നുള്ള ബിൽ വിൽസൺ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാഴ്ചപ്പാടിലേക്ക് വരുന്നു. പണത്തിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. മീറ്റിംഗ് പ്ലേസിന് പണം കൊടുക്കണം, ക്ലബ്ബുകൾ നടത്താൻ പണം കൊടുക്കണം, പിന്നെ ഓഫീസുകൾ പ്രവർത്തിക്കാൻ അതിന്റെ സെക്രട്ടറിമാർക്ക് പണം കൊടുക്കണം, പിന്നെ ഈ സ്ഥാപനങ്ങൾ വൃത്തിയാക്കി വെക്കാനുള്ള കാവൽക്കാർക്ക് അതിന്റെ ശമ്പളം കൊടുക്കണം. അപ്പോ പണം വേണം. എന്നാൽ കൂടുതൽ പണം വന്നാൽ അതിന്റെ റിസ്ക് ഉണ്ടെന്നാലും. പക്ഷെ എങ്ങനെയാണ് ഈ റിസ്ക്, പണത്തെ സംബന്ധിക്കുന്ന റിസ്ക് ഏറ്റവും മിനിമം ആയിട്ട് കൈകാര്യം ചെയ്യാമെന്ന് ബിൽ വിൽസൺ ഈ ലേഖനത്തിൽ ചിന്തിക്കുന്നു. എയുടെ ആത്മീയത അടിത്തറയെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയ അടിത്തറയെ ബാധിക്കാതെ തന്നെ നമ്മൾ പണത്തിനെ കൈകാര്യം ചെയ്യണമെന്നും, എത്ര ചുരുക്കമായിട്ട് വേണം പണത്തിന്റെ ഉപയോഗം അത്രമാത്രം ചുരുക്കണമെന്നും ബിൽ വിൽസൺ പറയുന്നു. അതായത് നമ്മുടെ പ്രധാന പ്രശ്നം, അതുകൊണ്ട് അത്യാവശ്യം ഏതാണ്, അത്യാവശ്യം ഏതാണ്, ആവശ്യമില്ലാത്തത് ഏതാണ്, കുഴപ്പമുള്ളത് ഏതാണ്, ഉപദ്രവകാരിയാണ് അല്ലാത്തത് ഏതാണ്, അപകടകരവും ഒഴിവാക്കേണ്ടത് എന്നുള്ള രീതിയിൽ സാമ്പത്തിക കാര്യങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട്. വളരെ വ്യക്തമാണത്. അതിനെ തുടർന്ന് അദ്ദേഹം ഈ പണത്തെ സംബന്ധിക്കുന്ന ലേഖനത്തില് നമ്മുടെ പല മീറ്റിംഗ് പ്ലേസിലും നമ്മുടെ പല ക്ലബ്ബുകൾ നടത്തിക്കൊണ്ടു പോകാൻ, മീറ്റിംഗ് പ്ലേസുകളുടെ വാടക കൊടുക്കാൻ, ഇന്റർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ജനറൽ സർവീസ് ഓഫീസ് അല്ലെങ്കിൽ സെൻട്രൽ ഓഫീസുകൾ, ഇതിന്റെയൊക്കെ നടത്തിപ്പിന് നമ്മൾ കിറ്റിയിലിടുന്ന കാശാണ് അത് കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോ ചില അംഗങ്ങൾ ഇതിനെയൊക്കെ എതിർക്കും. നമ്മൾ കിറ്റിയിലിടുന്ന പൈസ നമ്മുടെ ഗ്രൂപ്പിന് മാത്രം ഉപയോഗിച്ച പോലെ നമ്മൾ പങ്കുവെക്കുന്നത് എന്തിനെന്നൊക്കെ. പക്ഷെ ഭൂരിപക്ഷവും അങ്ങനെയല്ല, അത് കൃത്യമായിട്ട് പങ്കുവെക്കുകയും അത് ഇത്തരത്തിലുള്ള നമ്മുടെ സർവീസ് സെന്റേഴ്സ് മുന്നോട്ട് പോകാൻ വേണ്ടി വിനിയോഗിക്കണം എന്ന് ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ബിൽ വിൽസൺ പറയുന്നു. അപ്പോ ഈ ഇത്തരത്തിലുള്ള ലോക്കലും സെൻട്രലും ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ഇന്റർ ഗ്രൂപ്പ് ലോക്കൽ ആയിട്ടുള്ള ഒരു സർവീസ് സെന്റർ ആണ്. ജനറൽ സർവീസ് ഓഫീസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സെൻട്രൽ ആയിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റി, അങ്ങനെയൊക്കെയുള്ള സർവീസ് സെന്ററുകൾ, അതിന്റെയൊക്കെ ഓഫീസുകൾ പ്രവർത്തിക്കണമെങ്കിൽ സ്റ്റാഫിനെ വെക്കണം, പൈസ കൊടുക്കണം. ഓഫീസ് മാനേജ് ചെയ്യണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. അപ്പോ എംപ്ലോയീസിനെ വെക്കണമെങ്കിൽ കാശ് കൊടുക്കണം. ഇതൊക്കെ ഇങ്ങനെ പൈസ കൊടുത്താൽ ഇത് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രൊഫഷണലായി ഇതൊരു സംഘടന പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആക്ഷേപം. നമ്മള് നേരത്തെ 6-ാമത്തെയും 8-ാമത്തെയും പാരമ്പര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോ ഈ 2 സൂചനകൾ വന്നിരുന്നു. തൊഴിലാക്കരുത്, സംഘടിതമായ പ്രസ്ഥാനമാവരുത്. അപ്പൊ അത്തരത്തിൽ അംഗങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച്, ഈ പണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലെ ചർച്ച നടക്കുമെന്ന് ബിൽ വിൽസൺ പറയുന്നു. എന്തായാലും സേവന കേന്ദ്രങ്ങൾ മാത്രമാണ്, അതായത് ഈ ക്ലബ്ബുകളും മറ്റുമൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിൽ
നവാഗതര് വന്നപ്പോൾ അവർക്ക് സോബർ ആവാൻ വേണ്ടി ക്ലബ്ബുകൾ ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള ഒരു കാലഘട്ടം വരികയും ആ ക്ലബ്ബുകൾക്ക് അമിത പ്രാധാന്യം വരികയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾക്കോ ഗ്രൂപ്പുകൾക്കോ പ്രസക്തി കുറവാണെന്ന് നവാഗതരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ കരുതുകയും ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ലേഖനത്തിൽ പറയുന്നത് വ്യക്തമായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ക്ലബ്ബുകളുടെ മറ്റ് നടത്തിപ്പ് അവർക്ക് ആ ക്ലബ്ബുകളുടെ സേവകർക്ക് കൊടുത്തുകൊണ്ട് ആ പ്രദേശത്തെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നിന്ന് നയിക്കാൻ ആ ഗ്രൂപ്പുകൾക്കും അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള ഇന്റർ ഗ്രൂപ്പുകൾക്കും ഒക്കെ തന്നെയാണ്, അത്തരത്തിലുള്ള സേവന കമ്മിറ്റികൾക്ക് തന്നെയാണ് അംഗങ്ങള് അതിന്റെ പ്രവർത്തനത്തിനുള്ള കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്നുള്ളതാണ്. എന്നിട്ട് മറ്റൊരു നിരീക്ഷണം ബിൽ വിൽസൺ നടത്തുന്നത്, ഇങ്ങനെ കാശൊക്കെ കിറ്റിയിലിട്ട് ഇത്തരം ജനറൽ സർവീസ് ഓഫീസ് ആയാലും ഏരിയ ഇന്റർ ഗ്രൂപ്പ് ആയാലും ഏരിയ കമ്മിറ്റി ആയാലും ഒക്കെ പ്രവർത്തിക്കാൻ പൈസ കൊടുക്കുമ്പോൾ ഇത് അതേപടി അവർ കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള, ബിൽ വിൽസൺ ഉപയോഗിക്കുന്ന വാക്കാണ്, ആവറേജ് ആയിട്ടുള്ള അംഗം ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. കിറ്റിയിൽ കാശ് കൊടുക്കൂല, ജനറൽ സർവീസ് ഓഫീസിന് പൈസ കൊടുക്കൂല, ഇന്റർ ഗ്രൂപ്പിന് പൈസ കൊടുക്കൂല, കാരണം കൃത്യമായിട്ട് അവർ പ്രവർത്തിച്ചില്ലെങ്കിൽ. പക്ഷേ ഇത് അവരെ പൈസ കൊടുക്കാതിരിക്കുന്നത്, മരിക്കുന്നവരെ പൈസ കൊടുക്കാതിരിക്കില്ലെന്ന് പറയുന്നു, സ്ഥിതിഗതി മാറുന്നത് വരെ. അപ്പൊ ആ സ്ഥിതിഗതി മാറിയാൽ അവര് വീണ്ടും ഇത്തരത്തിലുള്ള നമ്മുടെ സർവീസ് സെന്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ പണത്തിന്റെ ഒരു പ്രസക്തിയാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതിനെ തുടർന്നിട്ട് ഈ പാംലെറ്റില് നമ്മുടെ പല ക്ലബ്ബുകളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലബ്ബുകളുടെ ഇമ്പോർട്ടൻസ് കുറച്ചുകൊണ്ട് അവിടുത്തെ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മാറ്റേഴ്സിന് തീരുമാനമെടുക്കാൻ അതിന്റെ ചുറ്റുമുള്ള ഗ്രൂപ്പുകൾക്ക് തന്നെയാണ് ഒരു എന്താണ് പ്രിവിലേജ്, പ്രിവിലേജ് കൊടുത്തതെന്നൊക്കെ